അപ്പോൾ നമ്മൾ പാട്ടിലേക്ക് കയറിയുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു കലാ കാഴ്ച തന്നെ പങ്കുവയ്ക്കാം. ബിനാലെ വേദി അല്ലേ, കൊച്ചിയിലെ ബിനാലെ എന്നാൽ ഇപ്പോൾ ലോക പ്രശസ്തമായി മാറി. ആ വേദിയിലേക്ക് ഇതാ ഒരു കന്യാസ്ത്രീ അവരുടെ കലാസൃഷ്ടികളുമായി എത്തുകയാണ്. മാലു ജോയ് എന്ന സിസ്റ്റർ റോസ്വിൻ ആണ് കന്യാസ്ത്രീ മഠത്തിലെ ജീവിതങ്ങളെ ശില്പങ്ങളും ചിത്രങ്ങളുമൊക്കെ ആക്കി മാറ്റി ബിനാലയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. മുപ്പതാമത്തെ വയസ്സിൽ കന്യാസ്ത്രീ മഠത്തിന്റെ ചുവരിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് തുടക്കം. ബിനാലയുടെ വേദിയിൽ മഠത്തിലെ അമ്മമാരുടെ 30ഓളം രേഖാചിത്രങ്ങളും ശില്പങ്ങളുമായി സിസ്റ്റർ റോസ്വിന്റെ ചിത്രപ്രദർശനം എത്തുകയാണ്. ഒരു കന്യാസ്ത്രീയുടെ ചിത്രപ്രദർശനം. എൻ്റെ പേര് മാലു ജോയ്. എൻ്റെ സിസ്റ്ററായിട്ടുള്ള പേര് സിസ്റ്റർ റോസ്വിൻ CMC. ബിനാലയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ സിസ്റ്റർ സന്യാസിനിയാണ് ഞാൻ. എൻ്റെ 43 ചിത്രങ്ങളും 11 സ്കൾപ്ചറുകളുമാണ് ഈ തവണത്തെ ബിനാലയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഒരു പെയിൻ എന്നുള്ളൊരു ആശയമാണ് കൂടുതലും വന്നിരിക്കുന്നത്. കൊറോണയുടെ സമയത്ത് നമ്മൾ അധികം യാത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മഠത്തിൻ്റെ അകത്തിരുന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ചുമര് കാണുമ്പോഴൊക്കെ വരയ്ക്കാൻ തോന്നിയിരുന്നു. അങ്ങനെ മഠത്തിൽ ഞാൻ എൻ്റെ മദർ നാൻമരിയ മദർ എന്ന് പറഞ്ഞ മദറായിരുന്നു. മദറിൻ്റെ അടുത്ത് പറഞ്ഞു, മദറെ എനിക്കിങ്ങനെ ചുമര് കാണുമ്പോൾ വരയ്ക്കാൻ തോന്നിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് പെയിൻറ്റും ബ്രഷൊക്കെ വാങ്ങി തന്നു. അങ്ങനെ ഞാനൊരു 12ഓളം ചിത്രങ്ങൾ എൻ്റെ പാർലറിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് വരച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ വന്നവരും പോണവരൊക്കെ കണ്ട് ഭയങ്കര ചർച്ചയായി. അപ്പോൾ അമ്മമാരെന്നെ പറഞ്ഞു, നല്ല കഴിവുള്ള കൊച്ചാളുള്ള അതിനെ പഠിക്കാൻ വിടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ അധികാരികൾ എന്നെ RLVയിൽ ഇതിൻ്റെ BFA പഠനത്തിനായിട്ട് അയക്കുന്നു. ഇവിടെ കാണാൻ പറ്റും ഒരു കട്ടിൽ കിടക്കുന്ന അമ്മേനെ. അപ്പോൾ അമ്മയ്ക്ക് 85 വയസ്സാണുള്ളത്. അമ്മ ഇങ്ങനെ എൻ്റെ കൂടെ ഈ ഒരു മോഡലായിട്ട് 2 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ ഞാൻ കൂടുതലായിട്ടും നോക്കിക്കണ്ട് പഠിച്ച് 2-3 ആഴ്ച എടുത്ത് വരച്ച് പഠിച്ചാണ് ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രായമായ അമ്മമാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഉടുപ്പൊക്കെ കീറിയാലും അത് തുന്നി വീണ്ടും ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. എനിക്കിങ്ങനെ കൈക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ വേദനയാണ് എൻ്റെ കൈക്ക്. അപ്പോൾ അത് ഞരമ്പിന് വന്ന പ്രത്യേകതയാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞേക്കണത്. അപ്പോൾ എനിക്ക് എഴുതാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ട് വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ കൈക്ക് ഒത്തിരി വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൈ അത് ഏതാ സ്ഥാനത്ത് വെക്കാത്തത്, അത് അടിയിൽ വെച്ചത്. എഴുത്തുകളൊക്കെ എൻ്റെ ചിത്രത്തിൽ കൂടുതലും പ്രകടമായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് എഴുതുമ്പോൾ ഞരമ്പിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് വരാറില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നീടാണ് ആർട്ടിലേക്ക് വന്നപ്പോൾ അത് കൂടുതലും ഞാൻ എഴുതി തുടങ്ങിയത്. എൻ്റെ വലത്തേ കൈ കൊണ്ടും ഇടത്തേ കൈ കൊണ്ടും കാലും കൊണ്ടും വരെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയതും ഈ ഒരു ആശയത്തിൽ നിന്നാണ്. ആർട്ട് പഠിക്കാൻ പോയപ്പോൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അത്രയും ഇങ്ങനെ പുറത്തേക്ക് വരണം അങ്ങനെയൊന്നും ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിനാലയ്ക്ക് സെലക്ഷൻ കിട്ടുന്നത്. അതന്നെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നല്ല അപൂർവമായ കാഴ്ചയുള്ള ഒന്ന് തന്നെയാണ് ബിനാലയിൽ ഒരു കന്യാസ്ത്രീ ആത്മീയ പാതയിൽ സഞ്ചരിക്കുമ്പോൾ കലയെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാൾ. അപ്പോൾ റിയ കൂടുതൽ പറയും. റിയ, എല്ലാം പെയിനാണ് എന്ന് അല്ലേ സിസ്റ്റർ റോസ്വിൻ പറയുന്നുണ്ട്. അമ്മ കിടക്കുന്ന ആ ശില്പമൊക്കെ വല്ലാതെ ഒരു വേദന ഉണ്ടാക്കുന്ന തരത്തിലാണ്. അപ്പോൾ പെയിന് കാരണങ്ങളുണ്ടാകും, ജീവിത പശ്ചാത്തലങ്ങളോ അല്ലെ അനുഭവങ്ങളൊക്കെ ആകാം. എന്താണ് സിസ്റ്റർ റോസ്വിൻ പറയുന്നത്? കന്യാസ്ത്രീ മഠത്തിനകത്ത് നിന്ന് കുറേയധികം ശില്പങ്ങളും രേഖാചിത്രങ്ങളും ഒക്കെയായി ബിനാലയുടെ വേദിയിലേക്ക് എത്തിയ സിസ്റ്റർ റോസ്വിൻ മാലു ജോയ് എന്ന പേരിലാണ് ചിത്ര രചനകളും കലാസൃഷ്ടികളും ഒക്കെ ബിനാലയിൽ കലാസ്വാദകർക്ക് മുന്നിലേക്ക് സിസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വേറിട്ട വഴിയിലൂടെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, മഠത്തിൽ ആദ്യം ചുവരുകൾ കണ്ടപ്പോൾ വരയ്ക്കണമെന്നൊരാഗ്രഹം തോന്നി, വരച്ചു. അത് മനോഹരമായ ചിത്രങ്ങളും വചനങ്ങളിലെ ഭാഗങ്ങളും ഒക്കെയായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ ഇത് പഠിച്ചുകൂടെ എന്ന് മഠത്തിലെ സിസ്റ്റേഴ്സ് തന്നെ ചോദിച്ചു. അവർ പിന്തുണ നൽകി. അങ്ങനെയാണ് കയ്യിൽ പെയിൻറ്റും ബ്രഷും ഒക്കെയായി ഇങ്ങനൊരു ലോകത്തിലേക്ക് സിസ്റ്റർ ചുവട് മാറ്റി വെക്കുന്നത്. ഒട്ടേറെ ശില്പങ്ങൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ ഇമോഷൻസ്
സങ്കടവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നതായിരുന്നു. അത് മഠത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള പ്രായമായ സിസ്റ്റർമാരുടെ ജീവിതമാണ് ശില്പങ്ങളാക്കി സിസ്റ്റർ റോസ്വിൻ ബിനാലയുടെ വേദിയിൽ പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ളതല്ല. കാരണം സിസ്റ്റർമാരെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആളാണ് മാലു ജോയ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഏറ്റവും ആഴത്തിൽ ബിനാലെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആ ചിത്രങ്ങളിൽ കുട്ടികൾ എഴുതുന്നത് പോലെ ചില വരികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് കലയിലേക്ക് അതിനെ മാറ്റുന്നു എന്നതാണ് സിസ്റ്റർ പറഞ്ഞത്. എന്തായാലും വേറിട്ടൊരു അനുഭവമായിരിക്കും. മട്ടാഞ്ചേരിയിലെത്തി എല്ലാവരും കാണണമെന്നതാണ് കണ്ടു മടങ്ങിയ ഞങ്ങളുടെ അഭിപ്രായം.